വേഗം പറഞ്ഞ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവം അറിയിക്കുന്നു. ഈ പ്രഭാസം ദൈവങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം യോഹന്നാൻ 16:33. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യം ഈ പ്രഭാതത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ കഷ്ടതയിലായിരിക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്ന നമ്മൾ ദൈവമക്കൾക്കെല്ലാം വലിയൊരു അനുഗ്രഹവും സമാധാനവും അല്ലെ. കാരണം ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത്ര ധൈര്യത്തോടെ അല്ലെ നമ്മളെ പറഞ്ഞ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു അപ്പൻ വേറെ ഈ ലോകത്തിൽ വേറെ ആരുമില്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലവിധമായ റിലേഷൻസ് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ. നമുക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, അല്ലെ സഹോദരങ്ങളുണ്ട്, ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്, പലവിധമായ റിലേഷനിലുള്ള വ്യക്തിജീവിതങ്ങളാണ് നമ്മളല്ലേ മാനുഷ്യമായിട്ടുള്ള രീതിയിൽ. പക്ഷെ ആർക്കും ആരെയും പറഞ്ഞ് ബലപ്പെടുത്താൻ പറ്റാത്ത ഒരു വാക്യമാണ് ഈ ഒരു തിരുവചനത്തിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ബലപ്പെടുത്തി നമ്മളെ നിർത്തുന്നത്. കാരണം പലരും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആരുടെയും കുറ്റമല്ല, ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അവരങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലേ. പല വ്യക്തിജീവിതങ്ങളെ നോക്കുമ്പോൾ അവർക്ക് സഹായിക്കണം, ഒരു കൈത്താങ്ങ് തരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നടക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ ഏത് സമയത്തും ഏത് കഷ്ടത്തും നമ്മളോട് കൂടെ നിൽക്കുന്നത് നമ്മുടെ ദൈവമാണ്. ഈ ഒരു തിരുവചനത്തിലൂടെ കർത്താവ് ഉറപ്പിക്കുക. അതേപോലെ തന്നെ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒന്നുറച്ചോണം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് കർത്താവിന്റെ വഴിയിൽ തന്നെയാണ്. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്ന വ്യക്തിജീവിതങ്ങളാ എന്ന് നമുക്ക് തീർച്ചയായും 100% അണ്ടർലൈനിട്ട് ഓർപ്പിക്കാം അല്ലെ. കാരണം എന്നാ ചോദിച്ചാൽ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന്. അപ്പം കഷ്ടമില്ലാത്ത വ്യക്തിജീവിതങ്ങളാണെങ്കിൽ, സുഖവും സന്തോഷമുള്ള വ്യക്തിജീവിതങ്ങളാണെങ്കിൽ ഓർത്തോണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളല്ല. അതിൽ പകരമായിട്ട് ചില ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ഒരു ചോദ്യമല്ലേ, എൻ്റെ അപ്പ എന്താ എൻ്റെ ജീവിതത്തിൽ ഇത്ര കഷ്ടം, എൻ്റെ ജീവിതത്തിൽ എന്താ ഇത്ര കണ്ണുനീര്, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ചില സമയം കടന്നു പോകുന്നില്ല എന്ന് നമ്മൾ നുറുങ്ങി അല്ലെ കർത്താവിൻ്റെ മനം കലങ്ങി കരയുന്ന അവസരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വാക്യത്തിൽ കർത്താവ് ഓർമ്മിപ്പിക്കുക, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അതുകൊണ്ട് തന്നെ ധൈര്യപ്പെടുകയും ഈ ലോകത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോമിസ് ദൈവം തരുക. ഈ ഒരൊറ്റ വാക്യം മതി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തന്നെ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ എന്ത് കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മൾ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കും. ഏത് താഴ്ചയിലും വീഴ്ചയിലും ഏതൊരു കഷ്ടത്തിലും പ്രയാസത്തിലും ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഇന്ന് നമ്മളെ അത്ഭുതകരമായി അതിശയമായി താങ്ങി നിർത്തും. ഈ വചനത്താൽ എല്ലാ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ വചനത്തെ ചുരുക്കുന്നു. ആമേൻ.